ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അടിപൊളിയായിട്ട് ഡിജിറ്റൽ കാലിഗ്രഫി ചെയ്തെടുക്കാൻ പറ്റിയൊരു ആപ്പാണ്. അന മുഖ്താരിഫ് അൽ ഖത്ത് എന്നാണ് ആപ്പിൻ്റെ പേര്. അപ്പോൾ ഫസ്റ്റ് വേർഡ് നമ്മൾ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഓൾറെഡി ഞാൻ ആപ്പ് ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു ഇൻ്റർഫേസ് ഇതുപോലെയാണ്. ഇത് മുൻപ് ചെയ്തു വെച്ച കുറേ ഡിസൈൻസ് ആണ്. സൈഡിലായിട്ട് ലാംഗ്വേജ് സെറ്റ് ചെയ്യാം. അത് ഇംഗ്ലീഷ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പ്ലസ് ഐക്കണിൽ നിൽക്കുമ്പോൾ ഇവിടെ പേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇഷ്ടമുള്ള പേജ് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. ഗാലറിയിൽ നിന്ന് വേണമെങ്കിൽ ഏതെങ്കിലും പിക്ചേഴ്സ് എടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ നിന്നുള്ള ഒരു പേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ആപ്പിൽ ഓരോ ഓപ്ഷൻസ് ആയിട്ട് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ആയിട്ടുള്ള ഓപ്ഷൻ ഇതാണ്. ഇതിൽ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ബാക്കിൽ വേണമെങ്കിൽ പോയി നമുക്ക് വേണമെങ്കിൽ ന്യൂ ഡിസൈൻ ഒന്നും കൂടെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് മാറ്റാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഞാൻ വൈറ്റ് കളർ തന്നെ ആക്കുകയാണ്. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ബിഗ് ലെറ്റർ ടി ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ കാലിഗ്രഫി ചെയ്യേണ്ടത്, ആ ടെക്സ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. അപ്പോൾ അതിന് വേണ്ടത് അറബി കീബോർഡ് നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. ഖൽബി റൂഹി എന്നുള്ളൊരു ടെക്സ്റ്റാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ദീവാൻ നക്ഷ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു കുറേ കാലിഗ്രഫി സ്ക്രിപ്റ്റുകളാണ് കാണാൻ സാധിക്കുന്നത്. നമുക്കതിൽ വേണ്ടുള്ള ഇഷ്ടമുള്ള സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ദീവാൻ ചുലുത്താണ് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് വേണ്ട സൈസ് കാര്യങ്ങളാണ്. പൊസിഷൻ, സെക്കൻഡ് വൺ കാണുന്നത് പൊസിഷൻ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനും അങ്ങനെ ഡിസ്റ്റൻസ്, ഓരോ നമ്മൾ ടെക്സ്റ്റിൻ്റെ ഡിസ്റ്റൻസ് ആണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അതൊക്കെ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ഞെക്കിയാൽ നമ്മുടെ പേജിലേക്ക് വരും. പ്രീവ്യൂ ഞെക്കിയാൽ ബാക്കിലേക്ക് പോകും. ക്യാൻസൽ ഞെക്കിയാൽ ഫുള്ളായിട്ട് ക്യാൻസലാകും. ഓക്കെ, ഞാൻ ഇവിടെ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്തു. ശേഷം നമ്മുടെ പേജിലേക്ക് നമ്മുടെ ടെക്സ്റ്റ് വന്നു കഴിഞ്ഞു. ഓക്കെ, ആ ബിഗ് ലെറ്റർ ടി ഞാൻ ഒന്നും കൂടി എടുക്കുകയാണ്. ആ ദീവാൻ ചുളിച്ച എന്നുള്ള താഴെ തന്നെ നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്, സ്പ്ലിറ്റ് ടെക്സ്റ്റ് ബൈ സ്പേസ് എന്നുള്ളത്. അത് ഓണാക്കിയിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ രണ്ട് വാക്കുകൾ ജോയിൻ്റ് ആയിട്ട് സെറ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നമുക്കിപ്പോൾ അത് അങ്ങനെ ആവശ്യമില്ല, ഞാൻ ഡിലീറ്റ് ആക്കി. അതിനുശേഷം അതിൻ്റെ താഴെ തന്നെയുണ്ട് ഗ്രൂപ്പ് ലൈൻസ് എന്നുള്ള ഓപ്ഷൻ. അത് ഓണാക്കിയിട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കത് ഫുൾ ഒരു ബോക്സിലായിട്ട് സെറ്റായിട്ട് കിട്ടും. നമ്മൾ ഓരോ ലെറ്റർ ആയിട്ടല്ല സെലക്ട് ആവുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ ഇതാ ചെയ്തത് നമ്മൾ ഓരോ ലെറ്റർ ആയിട്ട് നമുക്കിവിടെ സെലക്ട് ആയി കിട്ടും. ഓക്കെ, നമുക്കിപ്പോൾ ഫസ്റ്റ് വൺ ചെയ്തതാണ് വേണ്ടത്. ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ഹാഇൻ്റെ ചിഹ്നം. അത് എടുക്കുമ്പോൾ തന്നെ കുറേ സൂചകാക്ഷരങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കളക്ഷൻസ്, അത് അടുത്ത് തന്നെ തുലുത്തിൽ യൂസാക്കുന്ന കുറേ സൂചകാക്ഷരങ്ങളും. താഴെയായിട്ട് തന്നെ മാർക്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓരോ ലെറ്റേഴ്സിൻ്റെയും ഓരോ ഓപ്ഷൻസാണ്. സീൻ നക്കിയാൽ സീന് വേണ്ടിയിട്ടുള്ള ഒരുപാട് മാർക്കുകൾ. ഐനാണെങ്കിൽ ഐന്, നമുക്ക് ഇഷ്ടമുള്ള ഏത് ലെറ്റേഴ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് കൊടുത്താൽ നമ്മുടെ പേജിലേക്ക് വരുന്നതാണ്. ഓക്കെ, അതിനുശേഷം അടുത്തത് ഷെയ്പ്സ് ആണ്. കുറേ ഷെയ്പ്സ് ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷെയ്പ്സ് നമുക്ക് എടുത്തതിന് ശേഷം ഇൻസേർട്ട് കൊടുക്കാം.
ഓക്കെ. അതിനുശേഷം ഒരു ഇമേജ് ഓപ്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചൂസ് ഇമേജ്. നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് ചൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു ഇമേജ് ചൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇങ്ങനൊരു ഇമേജാണ് ഞാൻ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചൊരു ചെറിയൊരു ഇമേജാണിത്. അപ്പോൾ ഈ ഇമേജ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. അത് ഫിറ്റ് ചെയ്യുകയോ എഡിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യാണെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇങ്ങനെ എഡിറ്റ് ചെയ്യാം. ഡൺ കൊടുക്കാം എഡിറ്റ് ചെയ്തതിന് ശേഷം. അതിനുശേഷം ഫിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം. റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഓക്കെ. അടുത്ത ഇമേജിന് ശേഷമുള്ള അടുത്തൊരു ആരോ ചിഹ്നം കാണുന്നുണ്ടാവും. ആ ചിഹ്നമാണ് നമ്മൾ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും അടിക്കാൻ സാധിക്കുന്ന ഒരു ചിഹ്നമാണ്. പെട്ടെന്ന് നമ്മൾ കൈതട്ടി എന്തെങ്കിലും ക്യാൻസലായി പോയാൽ ജസ്റ്റ് ബാക്കിലോട്ട് അടിച്ചാൽ നമുക്കത് കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ബാക്കിലോട്ട് അടിച്ചപ്പോൾ കണ്ടോ, ഇമേജ് നേരത്തെ നമ്മൾ ക്യാൻസൽ ചെയ്തതാണ്, അത് വന്നു. പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് ഫ്രണ്ടിലോട്ട് അടിക്കുമ്പോൾ അത് ഡിലീറ്റ് ആവും. അങ്ങനെ ഒരു ഓപ്ഷനാണത്. അതിനുശേഷമുള്ളത് ഒരു സേവിങ് ഓപ്ഷനാണ്. നമ്മൾ ചെയ്തെടുത്ത കാലിഗ്രഫി സേവ് ചെയ്യാം. PDF ആയിട്ടും അല്ലാതെ സാധാരണ നിലക്കും PNG ഇമേജ് ആയിട്ടും നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരു 3 ഡോട്ട്സ്, ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷം ഒരു 3 ഡോട്ട്സ് ഇവിടെ കാണാൻ സാധിക്കും. കോപ്പി ചെയ്യാം. ഞാനിപ്പോൾ ഈ പൂവ് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം അത് പേസ്റ്റ് ചെയ്യുക. എനിക്കതൊന്നും കൂടി പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഏത് ടെക്സ്റ്റ് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇതുപോലെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താൽ നമുക്കത് കോപ്പി ആയി കിട്ടും, പേസ്റ്റ് ആയി കിട്ടും. ഓക്കെ. അതിനുശേഷം നമുക്കത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫുള്ളായിട്ട് സെലക്ട് ചെയ്യാൻ വേണമെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ ആ ഓപ്ഷൻ ഞെക്കിയാൽ ഈ നമ്മുടെ പേജിലുള്ള എല്ലാ ടെക്സ്റ്റും സെലക്ട് ആവുന്നതാണ്. ഡിസെലക്ട് കൊടുത്താൽ ഡിസെലക്ട് ആകും. അതിനുശേഷം നമുക്ക് താഴെയുള്ള ഓപ്ഷനുകൾ ഇനി പരിചയപ്പെടാം. താഴെ സൈഡിലായിട്ടൊരു 2 ടീൻ്റെ ഓപ്ഷൻ കാണാം, അടുത്തടുത്ത് നിൽക്കുന്ന. നമ്മൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റോ എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്യുക. അത് വലുതാക്കാനും ചെറുതാക്കാനുള്ള ഒരു ഓപ്ഷനാണിത്. അതിനുശേഷം കാണാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ സ്റ്റൈലാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഇപ്പോൾ കൽബി എന്നുള്ളത് ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലാക്കാൻ സാധിക്കും. കോപ്പി ചെയ്യാൻ, ഇത് അടുത്തത് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് കോപ്പി ചെയ്യാൻ സാധിക്കും. ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. സെക്കൻഡ് വൺ, നമ്മളൊരു ആരോ മാർക്ക് പോലത്തെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ആ ഓപ്ഷൻ നമ്മൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കതിൻ്റെ പൊസിഷൻ ചെറുതായിട്ട് മാറ്റാനും സ്ലോ ആയിട്ടേ നീങ്ങുള്ളൂ. താഴോട്ടും മുകൾ ഭാഗത്തേക്കും ഇങ്ങനെ പൊസിഷൻ മാറ്റാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ്. സെക്കൻഡ് വൺ ഒരു റൊട്ടേറ്റിംഗ് ഓപ്ഷനാണ്. ഒരു സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ഏത് ഫുള്ളായിട്ട് നമ്മൾക്ക് ടെക്സ്റ്റിനും കളർ കൊടുക്കണമെങ്കിൽ ഫുള്ളായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം കളർ ചേഞ്ച് ചെയ്യാം. അല്ലെ നമുക്ക് ഇത്രയും ടെക്സ്റ്റിന് മാത്രം, ഒരു കൽബി റൂഹി എന്നുള്ള ടെക്സ്റ്റിന് മാത്രം കളർ ചേഞ്ച് ചെയ്താൽ മതിയെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്തിട്ട് കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ഇവിടെ കാണുന്ന ഓപ്ഷൻ ഒരു പെൻസിൽ ഐക്കണാണ്. അത് സംഭവം ടെക്സ്റ്റിന് നമ്മൾ ഒരു സ്ട്രോക്ക് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ്. ഫസ്റ്റ് വൺ നമ്മളത് ചെന്ന് കളർ സെലക്ട് ചെയ്യുക. റെഡ് കളർ ഞാൻ അവിടെ സെലക്ട് ചെയ്തു. അതിനടുത്ത് കാണുന്ന ഓപ്ഷനിൽ ജസ്റ്റ് കൂട്ടി കൊടുക്കേണ്ടത്, എന്നാലേ നമുക്ക് സ്ട്രോക്ക് കാണാൻ കഴിയുള്ളൂ. ഇതുപോലെ കൂട്ടിയും കുറച്ചും കൊടുക്കുക, നമുക്ക് ആവശ്യത്തിന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ റോഹി എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ട് അതിന് ആദ്യം ഞാനൊരു കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. പിങ്ക് കളർ സെലക്ട് ചെയ്തു. അതിന് ശേഷം ബാക്കിൽ വന്ന് അതിന് സ്ട്രോക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കുക, എന്നാലേ നമുക്ക് സ്ട്രോക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ആവശ്യത്തിന് വേണ്ടത്ര നമ്മൾ സ്ട്രോക്ക് വെച്ച് കൊടുക്കുക. നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണാം, സ്ക്വയറായിട്ട് ഡോട്ട് വരുന്നത്. അത് നമ്മൾ ടെക്സ്റ്റും കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യുന്നൊരു ഓപ്ഷനാണ്. കണ്ടോ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാം സെലക്ട് ആവുന്നത്, പേജിലുള്ള എല്ലാ ടെക്സ്റ്റും സെലക്ട് ആവും. അടുത്തതായിട്ട് കാണുന്നൊരു ഓപ്ഷനാണ് ഗ്രൂപ്പ് ആക്കുന്നൊരു ഓപ്ഷൻ. അതെല്ലാം സെലക്ട് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ആവും. നമുക്ക് ഒരു വട്ടം കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അൺഗ്രൂപ്പ് ആവും. അങ്ങനെ ഒരു ഓപ്ഷനാണത്. ഇപ്പോൾ കൽബി എന്നുള്ളത് സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ റൂഹി എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഫ്ലവർ മാത്രം സെലക്ട് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മാത്രമായിട്ടൊരു ബോക്സ് ആവും. കൽബി എന്നുള്ളത് പുറത്ത്, ബാക്കി നമ്മൾ സെലക്ട് ചെയ്ത്
ഓപ്ഷൻ ഞെക്കിയത് മാത്രം ഒരു ഗ്രൂപ്പായി മാറി. കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ പഴയ പോലെ അൺഗ്രൂപ്പ് ആവും. അതിനുശേഷം കാണുന്ന ഒരു ഓപ്ഷനാണ് കാണുന്ന ഓപ്ഷൻ. നമുക്ക് അടിയിലുള്ളത് മുകളിലേക്കും മുകളിലുള്ളത് അടിയിലേക്കും ആക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ്. കണ്ടോ, ഇപ്പോൾ ഞാൻ അടിയിൽ വെച്ചിട്ട് ക്ലിക്ക് ചെയ്തപ്പോൾ മുകളിലേക്ക് വന്നു. അങ്ങനെ ഒരു ഓപ്ഷനാണ് അത്. അത് രണ്ടും അതുപോലെ മാറ്റിയും തിരിച്ചും നമുക്ക് പൊസിഷനും മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും ഒരു ഓപ്ഷൻ. അത് ഓരോ സൈഡിലേക്ക് നമ്മളത് സെലക്ട് ചെയ്തിട്ട് ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിലും താഴെയും പൊസിഷൻ അങ്ങോട്ടും നമുക്ക് ഇഷ്ടമുള്ള പൊസിഷൻ സെറ്റ് ചെയ്യാവുന്ന ഓപ്ഷനാണത്. അതിനുശേഷമുള്ള ഓപ്ഷൻ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. കണ്ടോ, കൽബി എന്നുള്ള തിരിഞ്ഞു വന്നത് അതുപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. ഓക്കെ, ഇത്രയും ഓപ്ഷൻസുകളാണ് നമ്മൾ ഈ ആപ്പിൽ പരിചയപ്പെട്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ആപ്പ് ഏകദേശമൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നമുക്കപ്പോൾ ഒരു ചെറിയൊരു വർക്ക് ചെയ്ത് നോക്കിയാലോ? എങ്ങനെയാണ് അറബിയിൽ ഹേർട്ട് ഷേപ്പിൽ കപ്പിൾ നെയിം ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഹേർട്ട് ഷേപ്പ് ഇമേജ് നമ്മുടെ പേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഗൂഗിളിൽ നിന്ന് നമുക്ക് ഹേർട്ട് ഷേപ്പ് PNG ഇമേജ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ പേജിലേക്ക് കൊണ്ടുവരിക. നമുക്ക് ചെയ്തെടുക്കേണ്ട 2 അറബ് നെയിമുകൾ ഞാനിവിടെ ടെക്സ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഖത്ത് സുലത്ത്, ആ സ്ക്രിപ്റ്റ് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് കൊടുക്കുകയാണ്. നമ്മൾ ടെക്സ്റ്റ് ചെയ്ത 2 നെയിമുകൾ നമ്മുടെ പേജിൽ വന്നിട്ടുണ്ട്. സുബൈർ മുഹമ്മദും ഷംല എന്നുള്ള നെയിമുമാണ് ഞാനിവിടെ ടെക്സ്റ്റ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യേണ്ടത് ഈ ഹേർട്ട് ഷേപ്പിൽ നമ്മൾ സുബൈർ മുഹമ്മദ് എന്നുള്ളത് നല്ല കറക്റ്റായിട്ട് നമ്മുടെ നല്ല പൊസിഷനിലും കറക്റ്റിലും അത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിഷ്ടമുള്ള ഫോണ്ടിലും സൈസിലാക്കിയിട്ട് അത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ ഹേർട്ട് ഷേപ്പിൽ ഫുള്ളായിട്ട് നിൽക്കുന്നത് പോലെ 2 നെയിമുകളും നമ്മൾ ഫസ്റ്റ് വൺ സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. സുബൈർ മുഹമ്മദും ഷംല എന്നുള്ള നെയിമും. അതിനുശേഷമാണ് നമ്മൾ ഈ നെയിം നമുക്ക് വേണമെങ്കിൽ ഇമേജിൽ താഴെ ചെന്നാൽ എഡിറ്റും ഫിറ്റൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എഡിറ്റ് ചെയ്തൊക്കെ കൊടുക്കാം. നമ്മളിപ്പോൾ എല്ലാം ആദ്യം നെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഹർക്കത്ത് കാര്യങ്ങളാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഹേർട്ട് ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, നെയിം സെറ്റ് ചെയ്തതിന് ശേഷം ഹർക്കത്തുകളാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ കുറച്ച് വേഗത്തിൽ കാണിക്കുകയാണ്, ലാഗ് അടുപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ വേണ്ടവർക്ക് യൂട്യൂബിൽ അതിൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ, സ്പീഡ് കുറച്ചിട്ട് കാണാവുന്നതാണ്. ആദ്യം ഹർക്കത്തുകൾ അതിൻ്റെതായ പൊസിഷനിൽ വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. കിസറൊക്കെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം അലങ്കാരത്തിന് കൊടുക്കുന്ന ചിഹ്നങ്ങളുണ്ട്. നമുക്കത് കൊടുത്ത് കൂടുതലായി ആക്കാവുന്നതാണ്. പിന്നെ നുക്തയൊക്കെ കൊടുത്ത് നമുക്ക് കൂടുതൽ നല്ല ഭംഗിയാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് ആ ഹേർട്ട് ഷേപ്പിൽ. വീഡിയോ പൂർണ്ണമായി കണ്ടവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നമ്മൾ ഈ ആപ്പ് ഓപ്ഷൻസൊക്കെ മുന്നേ ഓരോന്നായിട്ടും പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ നമ്മൾ ഹേർട്ട് ഷേപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് ബോക്സ് ആക്കുകയാണ്. നുക്തകളും കാര്യങ്ങളെല്ലാം കൂടി ഒരു ബോക്സ് ആക്കി, ടെക്സ്റ്റ് ഒരു ബോക്സ് ആക്കി, എന്നിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ടെക്സ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് സ്ട്രോക്ക് ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. കുറച്ച് ബ്ലാക്ക് ഒന്ന് സ്ട്രോക്ക് കൂട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ചൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇമേജ് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അടിപൊളിയായി നമ്മളെ കാലിഗ്രഫി സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഫോണിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിജിറ്റൽ കാലിഗ്രഫിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.